ഇന്നത്തെ മലയാളത്തിന്റെ പിതാവ് നാം എല്ലാം പറയുന്നുണ്ട്. ആരാണ്? എഴുത്തച്ഛൻ. എഴുത്തച്ഛൻ, ശരി, എനിക്ക് വിരോധമില്ല, എഴുത്തച്ഛൻ. പക്ഷേ MGS നാരായണൻ പറഞ്ഞത് കേൾക്കണോ? അദ്ദേഹം പറഞ്ഞത് മലയാളത്തിന്റെ എഴുത്തച്ഛൻ, മലയാളത്തിന്റെ പിതാവ്, മലയാളത്തിന്റെ അച്ഛൻ എഴുത്തച്ഛനാണെന്ന് നാം പറഞ്ഞാലും മലയാളത്തിന്റെ വളർത്തച്ഛൻ ക്രൈസ്തവ മിഷണറി ആയിരുന്ന ഹെർമൻ ഗുണ്ടർട്ടാണ്. ഹല്ലേലൂയ. നിങ്ങൾ പ്രവർത്തകർ ചെയ്തപ്പോ ആവേശം കൊണ്ടാണ് നമ്മൾ. വി ഷുഡ് ബി എക്സൈറ്റഡ്. നമ്മുടെ അടുത്ത തലമുറ അറിഞ്ഞിരിക്കണം, ഇതാ ഏത് പുസ്തകമാണ് നമ്മുടെ ഇരിക്കുന്നത്. ഇതിന്റെ മുന്നിൽ ത്യാഗം ചെയ്തവരെ നാം ഓർക്കണം. പ്രിയപ്പെട്ടവരെ, നന്ദി പറയണം ദൈവത്തിന്. പോലെ നമ്മുടെ ഭാരതത്തിലുള്ള ഈ 28 സംസ്ഥാനങ്ങൾ ഏതിന്റെ അടിസ്ഥാനത്തിലാണ്? അത് ശ്രദ്ധിച്ചിട്ടുണ്ടോ? ഭാഷയുടെ അടിസ്ഥാനത്തിലാണ്. കേരളം മലയാളമാണ്, മലയാള നാടെന്നാണ് പറയും. മലയാളം പറയുന്നവർ മലനാട്, തമിഴ് പറയുന്നത് തമിഴ്നാട്, കന്നഡ പറയുന്നത് കന്നഡ നാട്, ഗുജറാത്തി പറയുന്നത് ഗുജറാത്ത്, അല്ലെ, മറാഠി പറയുന്നത് മഹാരാഷ്ട്ര. ശ്രദ്ധിച്ചോ? ഇതെങ്ങനെയാണ് ഉണ്ടായത്? ഇത് ആരാ ഇവിടെ ഉണ്ടാക്കിയത്? ഈ ഭാഷകൾ ആരാ വികസിപ്പിച്ചത്? നോർത്ത് നോക്ക്. ഇന്ന് ഇന്ത്യയിലെ സംസ്ഥാനങ്ങൾ ഉണ്ടാവുകയില്ലായിരുന്നു ഈ ബൈബിൾ ഇല്ലായിരുന്നു, ഈ ബൈബിൾ പ്രവർത്തനം ഇല്ലായിരുന്നു. ഞാൻ പറയാൻ പോവുകയാണ്. തെളിവിതാ. ഒന്ന്, മലയാള നാട്ടിൽ മലയാളം എന്ന് പറഞ്ഞ വാക്കുപോലും ഉണ്ടായിരുന്നില്ല. മലയാള ഭാഷയെ MGS നാരായണൻ എന്ന് പറയും. മരിച്ചു. മലയാളത്തിന് മലയാളം എന്ന് മലയാള ഭാഷയ്ക്ക് പേരിട്ടത് ഇവിടുത്തെ ഒരു മനുഷ്യനുമല്ല, ഹെർമൻ ഗുണ്ടർട്ട. 1835-40-കളിൽ ഇന്ത്യയിലേക്ക് വന്ന 1836 ആദ്യമായിട്ട് വരുന്നത്. 1833 ഇവിടെ ആന്ധ്രാപ്രദേശത്ത് രാജമന്ത്രിയിൽ ഒരു എഞ്ചിനീയർ ഉണ്ടായിരുന്നു, ഇറിഗേഷൻ, സർ ആർതർ കോട്ടൺ. ഞാൻ 3 മാസം മുമ്പ് അവിടെ പോയിരുന്നു. സർ ആർതർ കോട്ടൺ അദ്ദേഹമാണ് ഈസ് ദ ഫാദർ ഓഫ് ദി ഇറിഗേഷൻ സിസ്റ്റം ഇൻ ഇന്ത്യ. അദ്ദേഹം അതിനുശേഷം അദ്ദേഹം വാസൻ മിഷനിൽ ജോയിൻ ചെയ്തു. തലശ്ശേരിയിലേക്ക് വരികയാണ്. തലശ്ശേരിയിലേക്ക് വരുമ്പോൾ തന്റെ ഡയറിയിൽ താൻ എഴുതി, തലശ്ശേരിയിലേക്ക് മംഗലാപുരത്ത് നിന്ന് താൻ ഇങ്ങനെ യാത്ര ചെയ്ത് വരുമ്പോൾ, തമിഴ്നാട്ടിന്റെ മറ്റേ ഭാഗങ്ങളിൽ താൻ ഇങ്ങനെ യാത്ര ചെയ്ത് വരുമ്പോൾ അതിമനോഹരമായ ഒരു പൂന്തോട്ടം കണ്ടു. ഏദൻ തോട്ടം പോലെ അതിമനോഹരമായ കേരളം പുള്ളി പറഞ്ഞു, ദൈവത്തിന്റെ പൂന്തോട്ടം. അതാണ് ഇന്ന് നമ്മുടെ ടൂറിസം ഡിപ്പാർട്ട്മെന്റ് ഗോഡ്സ് ഓൺ കൺട്രി എന്ന് പറഞ്ഞിരിക്കുന്നത്, ദൈവത്തിന്റെ സ്വന്തം നാടെന്ന് പറയും. എന്ത് സംഭവം! അപ്പോൾ അതിനും ആ വാക്കിനും നമ്മൾ നന്ദി പറയേണ്ടത് ക്രൈസ്തവ മിഷണറിയാണ്. രണ്ടാമത്, ഇവിടെ മലയാളം എന്ന് പറയുന്നില്ല. മലയാളത്തിന് 3 വാക്കുകൾ ഉപയോഗിച്ചുകൊണ്ടിരുന്നത്. മലയാഴ്മ, കേരള ഭാഷ, 3 വാക്കുകളായിരുന്നു ഉണ്ടായിരുന്നത്. മലയാളത്തിന് മലയാളം എന്ന് പേരിട്ടത് ഹെർമൻ ഗുണ്ടർട്ട. അദ്ദേഹം ഡിക്ഷണറികൾ നൽകി. അദ്ദേഹത്തിന്റെ 3 വോളിയം ഡിക്ഷണറിയാണ് ഇന്നും ഏറ്റവും അഭികാമ്യമായത്. MGS നാരായണൻ പറഞ്ഞു, എന്നും MGS നാരായണന്റെ വാക്കാണ്, എന്നും ഗുണ്ടർട്ടിന്റെ ഡിക്ഷണറി എന്റെ തലയിണയുടെ അടുത്തുണ്ടെന്ന് പറഞ്ഞു. സുകുമാർ അഴീക്കോട് പറഞ്ഞു, എന്റെ തലയുടെ ഇടത്തും വലത്ത് 2 പുസ്തകങ്ങൾ, 1 ബൈബിള്, 2 ഹെർമൻ ഗുണ്ടർട്ടിന്റെ ഡിക്ഷണറി. ഭാഷാവിദഗ്ധനാണ് സുകുമാർ അഴീക്കോട്.